CPM-നകത്ത് ഇപ്പൊ സ്ഥിരമായി ഓരോന്നെ അടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുമാതിരി കൊള്ളാവുന്ന മനുഷ്യൻ ഒന്നും CPM-ൽ ഇല്ലെന്നായി. പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും CPM പാടില്ല. ഒരുമാതിരി കൊള്ളാവുന്നതിനെല്ലാം അടിച്ച് പുറത്താക്കിയ പിന്നെ മുഖ്യമന്ത്രി ശല്യം ഉണ്ടാകുമല്ലോ. ശ്രീ പി സി ജോർജ്, ഇന്നലെ കേരളത്തിൽ രാഷ്ട്രീയം ഞെട്ടിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്റെ ഒരു ചോദ്യം, EP എന്തിന് പുറത്താക്കി? മറ്റൊരു ചോദ്യമുണ്ട്. അതായത് പീഡന വീരൻ എന്ന് മാധ്യമങ്ങളിലും മലയാള സിനിമയിലെ താരങ്ങളും പറയുന്നുണ്ട് MLA മുകേഷിനെ പുറത്താക്കിയിട്ടില്ല. ഇതിനകത്ത് രണ്ട് കാര്യം ഞാൻ കാണുന്നു. ഈ മുകേഷ് ചെയ്ത തെറ്റ് തന്നെ. എന്ന് മാത്രമല്ല, അയാൾ ഒരു മനുഷ്യത്വം ഇല്ലാത്ത MLA എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അയാള് ആദ്യത്തെ ഭാര്യ ഗർഭിണിയായിരുന്ന സ്ത്രീയെ ഉദ്ധരിച്ചതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത്തെ സ്ത്രീ ആയിരിക്കുന്നത് അവരെയും ഉദ്ധരിക്കുന്ന പറയും. ഒരു സ്ത്രീ വിരോധി മാത്രമല്ല, സ്ത്രീകളെ മൃഗീയമായിട്ട് പെരുമാറുന്ന ഒരു റാസ്കലിന്റെ സ്വഭാവം മുകേഷിനുണ്ടെന്നുള്ള കാര്യം ഒളിച്ചു വെക്കാൻ പറ്റില്ല. അയാളെ പറ്റി പറഞ്ഞിരിക്കുന്ന പരാതികൾ മുഴുവൻ ശരിയാണ്. പക്ഷെ അതിന് മറുവശം എന്താന്ന് ചോദിച്ചാൽ, ഈകളെ രാജിവെച്ച് കഴിഞ്ഞാൽ അയാൾ കോടതിയിൽ നിന്ന് നിരപരാധിയാണെന്ന് കേസും വിധി മേടിച്ചോണ്ട് വന്നാൽ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ മന്ത്രികളെ രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. മന്ത്രിയല്ലപ്പം MLA എന്ന നിലയിൽ സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അയാള് റാസ്കലാണെന്നായത് എനിക്ക് സംശയം. MLA സ്ഥാനം നോക്കിയതല്ല, അയാൾ മഹാവൃത്തമാണെന്ന് പറയുന്നതാണ്. ME ജയരാജൻ അങ്ങനെ ഒരു വളരെ മാന്യനായ വ്യക്തിത്വമാണ്. ഒരു സംശയമില്ല. അങ്ങനെ വളരെ പാവമാണ്. ഒരു മനുഷ്യനോട് അഹങ്കാരമില്ലാതെ ധാർഷ്ട്യമില്ലാതെ പെരുമാറുന്ന ഒരു പച്ച പാവം മനുഷ്യൻ. അങ്ങനെ ഇപ്പൊ CPM-നകത്ത് ഒരു വിഭാഗീയതയല്ലേ. ഇപ്പൊ CPM-നകത്ത് ഇപ്പൊ സ്ഥിരമായി ഓരോന്നെ അടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുമാതിരി കൊള്ളാവുന്ന മനുഷ്യൻ ഒന്നും CPM-ൽ ഇല്ലെന്നായി. പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും CPM പാടില്ല. ഒരുമാതിരി കൊള്ളാവുന്നതിനെല്ലാം അടിച്ച് പുറത്താക്കിയ പിന്നെ മുഖ്യമന്ത്രി ശല്യം ഉണ്ടാകുമല്ലോ. മരിമേനയാണല്ലോ പുള്ളിയുടെ വലിയ പ്രശ്നം. മരിമേന പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്നും തീവ്രവാദിയാണെന്നും മുസ്ലിം തീവ്രവാദിയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അത് നിഷേധിക്കുന്നില്ല അയാള്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ സ്ഥാനത്ത് വെക്കാനുള്ള കളിയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ ഇപ്പോ MP ജയരാജൻ നമ്മുടെ ജയരാജൻ കൊടുത്തത്. EP ജയരാജൻ കൊടുത്തത്. ആ ജയരാജനെ പറ്റി നല്ല അഭിപ്രായം മോശം പറഞ്ഞു. അങ്ങനെ ആകെ പറയുന്ന ഒരു തെറ്റെന്താന്ന് ചോദിച്ചാൽ, പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചു. അതിന് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു ഏറ്റവും വലിയ നേതാക്കന്മാർ ഒരാളാണ് ജാവ്ദേക്കർ. ബഹുമാന്റെ ജാവ്ദേക്കറുമായി സംസാരിച്ചു എത്ര മഹാഭാവമാണ്. ഏതായാലും ജയരാജന് EPക്ക് ഒരു ഭയം വേണ്ട. EP തന്റേടമായിട്ട് രംഗത്തിറങ്ങി BJP ചേരുന്ന പറയണം. അങ്ങനെ തന്റേടം കാണിച്ചാൽ ഞങ്ങളെ ആളായിട്ട് ഞങ്ങൾ ചുമന്നുകൊണ്ട് കിടക്കും. ഒരു സംശയം വേണ്ട. EP ഇങ്ങോട്ട് പോരട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ ഇടയ്ക്ക് ഏറ്റവും കണ്ണൂരാ പേടിക്കേണ്ട കാര്യമില്ല. EP ജയരാജന് ഏറ്റവും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന BJP കാണുന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ CPM-ന്റെ കോട്ടയാണ്. അവിടെ BJPക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ PC ജോർജ്, BJPയുടെ കോട്ടയം CPM-ന്റെ കോട്ടയം എന്നാണ് അവരുടെ മനസ്സിൽ വെച്ചാൽ മതി. പണ്ടായിരുന്നു. ഇപ്പം നൂറുകണക്കിന് ആളുകൾ CPM-ന് രാജിവെച്ച് BJP ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരാണ് ഇപ്പം BJP. ഞാൻ ഒരു 2 മാസം മുമ്പ് അവിടെ ഒരു മീറ്റിംഗിലൊക്കെ ഒരു 4000-ന് മുകളിൽ ആളാണ് കൂടിയത്. BJPയുടെ മീറ്റിംഗ് മനസ്സിലായില്ലേ? അതുകൊണ്ട് BJP പോരാൻ തയ്യാറാകട്ടെ. ഞങ്ങൾ യാതൊരു സംശയമില്ലാതെ ജയരാജനെ കൊണ്ടുപോകണം. പേടിക്കൊന്നും വേണ്ട. BJPയിലേക്ക് വന്നാൽ CPM-ന്റെ ഒരു വലൻ കൈയാണ് BJPയിലേക്ക് പോണത്. അതെ, സംശയമുണ്ടോ? EP വരണമെന്നേ. BJP ചേർക്കണമെന്നാണ് എന്റെ അഭിപ്രായം. BJP വരട്ടെ. അങ്ങനെ എത്രയും വേഗം ബന്ധപ്പെട്ട BJP നേതാക്കൾ ജാവ്ദേക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രശ്നമൊന്നുമില്ല. വളരെ വേഗം ഓപ്പണായിട്ട് മനസ്സിലായിട്ട് പറഞ്ഞ് BJP വരട്ടെ. എല്ലാവർക്കും കൂടെ പോയി സ്വീകരിക്കുക എന്നേ എന്റെ അഭിപ്രായം.